ചെയ്തവരെല്ലാം എഴുന്നേറ്റ് നിന്നേ. എന്തു പറ്റി ജോമിയ? ഈ ഇടയായി പഠിക്കണമെന്ന് യാതൊരു ചിന്തയുമില്ല അല്ലേ? കൈനീട്ട്, ഇനി മറക്കാതിരിക്കാനാണ്. ഹോംവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഐഡിയ. ജോമി, എഴുന്നേക്കുന്നില്ലേ? സ്കൂളിൽ പോകണ്ടേ നിനക്ക്? നേരം വൈകിട്ടോ? വയ്യമ്മേ, സുഖമില്ല. വല്ലാത്ത ക്ഷീണം. പനി വരുന്നുണ്ടോ എന്നൊരു സംശയം. അതെങ്ങനെയാ? കുട എടുക്കാൻ പറഞ്ഞാ എടുക്കില്ല. മഴ കൊണ്ടുവരും, പിന്നെ പനി പിടിക്കില്ലേ? നിൽക്ക്, ഞാൻ മരുന്നെടുത്തു വരാം. അങ്ങനെ ആ ഐഡിയ ഫലിച്ചു. അപ്പൊ ഇന്നും ഹോംവർക്ക് ചെയ്യണ്ട, സ്കൂളിലും പോകണ്ട. ജോമി, ഈ മരുന്ന് വേഗം കുടിക്കി. നാളെയെങ്കിലും സ്കൂളിൽ പോകണമെങ്കിൽ ഇത് കുടിക്കണം, എന്നാലേ പനി മാറുകയുള്ളൂ. സാരമില്ല, കുറച്ചു നേരം കിടന്നോ. ഒന്ന് വിയർത്താൽ ശരിയാവും. അമ്മയൊന്ന് ഉഷാന്റിന്റെ വീട് വരെ പോയിട്ട് വരാം കേട്ടോ. എന്തൊരു കയ്പ മരുന്നിന്. സാരമില്ല, എന്റെ ഐഡിയ ആയി പോയില്ലേ. എന്തായാലും ഹോംവർക്കിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇനി സുഖമായി ഉറങ്ങാം. അയ്യോ അമ്മേ, എനിക്ക് വയറുവേദനിക്കുന്നേ. അയ്യോ, പനിയുണ്ടെന്ന് വെറുതെ പറഞ്ഞ് കുടിച്ച മരുന്ന് കൊണ്ടാണോ ഇനി വയറുവേദന? അമ്മേ, ഇനി ഇപ്പോൾ എന്ത് ചെയ്യും? അമ്മയാണെങ്കിൽ ഇവിടെയില്ല. അമ്മയോട് ഇനി വയറുവേദനയുടെ കാര്യം കൂടി പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ എല്ലാ കള്ളവും വിളിച്ചിട്ടാവും. അത് വേണ്ട. ഇനി ഇപ്പോൾ എന്ത് ചെയ്യും? ഐഡിയ. ഡാഡി വയറുവേദന വരുമ്പോൾ കുടിക്കുന്ന ഒരു മരുന്നുണ്ട്, അതെടുത്ത് കുടിക്കാം. യെസ്, ഇത് തന്നെ. അമ്മ വരുന്നതിന് മുന്നേ ഈ മരുന്നെടുത്ത് കഴിക്കാം. ജോമി, എന്താണ് ഡാഡിയുടെ മെഡിസിൻ ബോക്സിൽ? അത് ഒന്നുമില്ല അമ്മേ. ജോമി, നോക്ക്, മരുന്ന് നിനക്ക് കളിക്കാനുള്ളതല്ല, അസുഖം വരുമ്പോൾ കഴിക്കാനുള്ളതാണ്. അതും കുട്ടികൾക്കും മുതിർന്നവർക്കും അതിലെ മരുന്നിന്റെ അളവ് കൂടിയും കുറഞ്ഞിരിക്കും. മുതിർന്നവരുടെ മരുന്ന് കുട്ടികളും കുട്ടികളുടെ മരുന്ന് മുതിർന്നവരും ഡോക്ടറുടെ സമ്മതമില്ലാതെ കഴിക്കാൻ പാടില്ല. സോറി മമ്മി, ഞാൻ ഹോംവർക്ക് ചെയ്യാൻ മടിച്ചിട്ട് പണി അഭിനയിച്ചതായിരുന്നു. സാരമില്ല, പോട്ടെ. ഇനി ശ്രദ്ധിക്കണം. വാ, നമുക്ക് ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യാം. അമ്മ പറഞ്ഞു തരാം. താങ്ക് യു മമ്മി. ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഒരുപാട് വീട്ടിലില്ലേ. നല്ല മോനല്ലേ? എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. എന്താ പ്രശ്നം? ഇവൻ ഈ കാറ് വേണമെന്ന് പറഞ്ഞ് വെറുതെ വാശി പിടിക്കുക. വാങ്ങിച്ചു കൊടുത്തേക്ക്. ആൾക്കാരെ നോക്കുന്നു. അവന്റെ കരച്ചില് നിർത്താൻ നോക്ക്. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ വാശി പിടിക്കുമ്പോഴേക്ക് എല്ലാം വാങ്ങിക്കൊടുത്ത് വഷളാക്കുന്നത്. എന്നാൽ വാങ്ങിച്ചു കൊടുക്കാതെ അവന്റെ കരച്ചില് മാറ്റാൻ നോക്ക്. ഞാൻ കാറിൽ ഉണ്ടാവും. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ വിളിച്ചാൽ മതി, ഞാൻ പോകുന്നു. നോക്കൂ ടോമി, നിനക്ക് എത്രമാത്രം കളിപ്പാട്ടമാണ് അച്ഛൻ വാങ്ങി തന്നിട്ടുള്ളത്. അതും ആവശ്യത്തിലധികം. എന്തെല്ലാം തരത്തിൽ, എന്തെല്ലാം നിറത്തിൽ.
ഈ ഫ്രൂട്ടോപ്പിയിലെ ഒരു കുട്ടികളുടെയും വീട്ടിലുണ്ടാവില്ല ഇത്രയധികം കളിപ്പാട്ടങ്ങൾ. ഇതെല്ലാം വെച്ച് കളിച്ചാ പോരെ നിനക്ക്? എന്തിനാ വെറുതെ ഡാഡിയെ കൊണ്ട് വീണ്ടും വീണ്ടും ഓരോന്ന് വാങ്ങിപ്പിക്കുന്നത്? അതത്ര നല്ല കാര്യമല്ല. വാ, മമ്മി ഒരു കാര്യം കാണിച്ചു തരാം. ടോമി, അത് കണ്ടോ? അവർ ഒരുപാട് ടോയ് വെച്ചല്ല കളിക്കുന്നത്, ഒരു പന്ത് വെച്ച് എല്ലാവരും കൂടിയാണ് കളിക്കുന്നത്. നിനക്ക് എന്തുകൊണ്ട് അവരോടൊപ്പം കളിച്ചുകൂടാ? അല്ലെങ്കിൽ അവരെ വീട്ടിൽ വിളിച്ചുകൂടാ? അതും അല്ലെങ്കിൽ നിന്റെ കളിപ്പാട്ടങ്ങളിൽ നിന്നും കുറച്ച് കളിപ്പാട്ടങ്ങൾ അവർക്ക് കൂടി കൊടുത്തുകൂടാ? അത് നല്ലൊരു ഐഡിയ ആണ് മമ്മി. ഞാൻ ഇന്ന് തന്നെ അവരോടൊപ്പം ഒരുമിച്ച് കളിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വീട്ടിലേക്ക് വാ. എന്റെ വീട്ടിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കൂടി ഉള്ളതാണ്, മടിക്കണ്ട, എടുത്തോളൂ. ഞാൻ ഇതുവരെ ഇത്രയും ടോയ്സ് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എവിടെ നിന്ന് കിട്ടിയതാ നിനക്ക് ഇതൊക്കെ? പല ലോട്ടറിയും അടിച്ചോ? എല്ലാം എനിക്ക് ഡാഡിയും മമ്മിയും വാങ്ങിച്ചു തന്നതാണ്. ഇനി മുതൽ എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കും ഉള്ളതാണ്. വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. താങ്ക് യു മമ്മി. ജോമി, പോയി കൈ രണ്ടും സോപ്പിട്ട് കഴുകി വാ, എന്നിട്ട് അത് എടുത്ത് കഴിച്ചാൽ മതി. ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ കൈകൾ രണ്ടും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനെന്ന്? ഓക്കേ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയതായി പറയാം. ഇത്ര പെട്ടെന്ന് കൈ കഴുകി കഴിഞ്ഞോ? നോക്കട്ടെ, കൈ കാണിക്ക്. ഇങ്ങനെയാണോ കൈ കഴുകുക? വാ, അമ്മ കാണിച്ചു തരാം. നോക്കൂ, ആദ്യം നമ്മൾ കൈകൾ രണ്ടും നന്നായി നനയ്ക്കുക. എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് ഉള്ളം കൈകൾ രണ്ടും നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം നന്നായി കഴുകുക. ആദ്യം വലത് കൈ, പിന്നെ ഇടത് കൈ. എന്നിട്ട് നിങ്ങളുടെ വിരലുകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ 2 തള്ളവിരലുകളും നന്നായി കഴുകുക. പിന്നെ നിങ്ങളുടെ 2 വിരലുകളുടെയും അഗ്രം കഴുകുക. ഇതുവഴി നമ്മുടെ വിരലിലെ അഴുക്ക് പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയും. ഇനി ചെയ്യേണ്ടത് ഇടത് കൈകൊണ്ട് വലത് കൈത്തണ്ട കഴുകുക. അതിനുശേഷം വലത് കൈകൊണ്ട് ഇടത് കൈത്തണ്ടയും കഴുകുക. ഇനി നിങ്ങളുടെ കൈകളിലുള്ള സോപ്പ് വെള്ളം കൊണ്ട് പൂർണ്ണമായും കഴുകി കളയുക. അതിനുശേഷം വൃത്തിയുള്ള തൂവാല കൊണ്ട് കൈകൾ തുടയ്ക്കുക. ഇനി കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ 20 സെക്കൻഡ് കഴുകിയാലേ കൈകളിലെ അണുക്കൾ പൂർണ്ണമായും നശിക്കുകയുള്ളൂ. ഇനി മുതൽ ഇങ്ങനെ വേണം കൈ കഴുകാൻ. മനസ്സിലായോ? കൈ കഴുകാതെ ഭക്ഷണം തൊടരുത്, കഴിക്കരുത്. ശരി അമ്മേ. പോയി കൈ കഴുകുക. നല്ലോണം സോപ്പിട്ട് കഴുകണം. ഇന്നലെ അമ്മ കാണിച്ചു തന്നില്ലേ, അതുപോലെ. അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. അമ്മ അറിയാനൊന്നും പോകുന്നില്ല. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയെന്ന് പറയാം. അമ്മേ, ഗുഡ് നൈറ്റ്. അയ്യോ, എനിക്ക് വയറ് വേദനിക്കുന്നു അമ്മേ, ഓടി വായോ. എന്തു പറ്റി ജോമി? എന്തിനാ കരയുന്നത്? എനിക്ക് വയറുവേദന എടുക്കുന്നു മമ്മി. സാരമില്ല, നമുക്ക് ഡോക്ടറെ കാണിക്കാം. കരയണ്ട കേട്ടോ. ജോമി, നീ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാറില്ലേ? അത് പിന്നെ കൈ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വയറുവേദന വരും, പിന്നെ സൂചി വെക്കും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. വേണോ? അയ്യോ വേണ്ട
കൈ കഴുകാതെ ഭക്ഷണം കഴിക്കില്ല. ഗുഡ് ഗേൾ. ഞാൻ കുറച്ച് മരുന്ന് തരാം, അത് സമയത്തിന് കഴിക്കണം. എല്ലാം ശരിയാവും. നാളെ മുതൽ സ്കൂളിൽ പോകാം. പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം. കൈകൾ എപ്പോഴും സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ. എന്നാലേ അസുഖം വരാതെ നോക്കാൻ പറ്റൂ. തീർച്ചയായും ഡോക്ടർ. ടോമിയുടെ സ്വഭാവം കണ്ട് എനിക്ക് പേടിയാവുന്നു. എന്താ? എന്തു പറ്റി? ഒരു അനുസരണയില്ല. എന്തെങ്കിലും പറഞ്ഞാലോ നോ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കളി മാത്രമായിട്ടുണ്ട് ചിന്ത. നോ, എനിക്ക് കുളിക്കണ്ട. നോ, ഞാൻ തരില്ല. എനിക്ക് ഗെയിം കളിക്കണം. നോ, എനിക്ക് വേണ്ട. ആദ്യം ഭക്ഷണത്തോട് മാത്രമായിരുന്നു നോ. ഇപ്പോ അങ്ങനെയല്ല, എല്ലാത്തിനോടും നോ എന്നായിട്ടുണ്ട്. എന്താ ചെയ്യാ? അവൻ കൊച്ചു കുട്ടിയല്ലേ, ശരിയായിക്കോളും. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ ഓമനിച്ച് വഷളാക്കുന്നത്. അടുത്ത മാസം ഇവന് 6 വയസ്സാകാൻ പോവുകയാ. അറിയോ നിങ്ങൾക്ക്? നമുക്ക് അലക്സിന്റെ മുത്തച്ഛനോടൊന്ന് സംസാരിക്കാം. പുള്ളിക്കാരൻ പണ്ടത്തെ റിട്ടയർഡ് അധ്യാപകനല്ലേ? എന്നാ വൈകിപ്പിക്കണ്ട, നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ചൊന്ന് സംസാരിക്കും. ഹലോ, ഇത് അലക്സിന്റെ ഗ്രാൻഡ് ഫാദർ അല്ലേ? അതേലോ, ആരാണ്? ഞാൻ ടോമിയുടെ ഫാദറാണ്. ആ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാൻ ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനാണ് വിളിച്ചത്. എന്താണ്? എന്തു പറ്റി? അറിയാലോ, ടോമിയുടെ കാര്യം തന്നെ. അവന് കുറച്ച് കുസൃതി കൂടുതലാണ്. ഇപ്പോൾ തീരെ അനുസരണമില്ല, എന്തിനും നോ മാത്രം. നാളെ രാവിലെ അവനെയും കൊണ്ട് വീട്ടിലേക്ക് വരും. നമുക്ക് നേരിട്ട് സംസാരിക്കാം. എനിക്ക് അവനെ ഒന്ന് കാണണം. ഓക്കെ, നാളെ വരാം. ടോമിക്ക് ഇത് വേണോ? ആ, വേണം വേണം. ടോമി, വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. ഓക്കേ. ടോമി, എനിക്ക് ആ തൈ പറിച്ചു തരാമോ? അതിനെന്താ, ഇപ്പൊ പറിച്ചു തരാലോ. നിസാരം. ടോമി, എനിക്ക് ആ ചെടി പറിച്ചു തരാമോ? നോ പ്രോബ്ലം, വെയിറ്റ്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഞാൻ ശക്തിമാനാ, ശക്തിമാൻ. ആണോ? എന്നാൽ ആ കാണുന്ന മരമൊന്ന് പറിച്ചേ. വാവ്, ദിസ് ഈസ് വെരി ബിഗ് ട്രീ. ഐ കാൺ പറിക്കലു. ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല സാറേ. നമുക്ക് JCB വിളിക്കാം. ആഹാ, കണ്ടില്ലേ, ചെടികളും മരങ്ങളും പോലെയാണ് മോശം ശീലങ്ങളും. തൈകൾ പോലെ പുതുതായിരിക്കുമ്പോൾ നിങ്ങൾക്കവ വേഗത്തിലും എളുപ്പത്തിലും ഇല്ലാതാക്കാം. എന്നാൽ നിങ്ങൾ അവരെ നീക്കാനും വളരാനും അനുവദിച്ചാൽ അവ ശക്തി പ്രാപിക്കുകയും അതിനെ ഒഴിവാക്കാൻ കഴിയാത്ത പഴയ വൃക്ഷം പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ട് അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി വളരണം. മോശം ശീലങ്ങളിലെ മാറ്റം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഞാൻ അനുസരണക്കേട് കാണിക്കില്ല. ഇനി എന്നും ഞാൻ നല്ല കുട്ടിയായിരിക്കും. ഗുഡ് ബോയ്. അപ്പോൾ പഠിച്ചതെല്ലാം ഓർമ്മയില്ലേ? നാളത്തെ ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ വരുമ്പോൾ എല്ലാവരും ഫ്രൂട്ട് ചാട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. താങ്ക് യു ടീച്ചർ. പെട്ടല്ലോ. വീട്ടിൽ പോയാലും പണി, സ്കൂളിൽ വന്നാലും പണി. മടുത്തു ഈ ജീവിതം. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഐഡിയ. ഒരു ഉപകാരം ചെയ്യാമോ? എന്താ ടോമി? നാളെ വരുമ്പോൾ എനിക്കുള്ള ഹോംവർക്ക് കൂടി ചെയ്തുകൊണ്ട് വരുമോ?
കളിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെ. പ്ലീസ്, നല്ല മോളല്ലേ, ചാർട്ടൊക്കെ ചെയ്തു തരാം. പക്ഷേ അങ്ങനെ ചെയ്തു തന്നാൽ എനിക്കെന്താ ഗുണം? ആ, നീ നാളെ ചാർട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ എന്റെ വക ചോക്ലേറ്റ്. ഡീൽ ഡൺ. കഴിഞ്ഞില്ലേ മോളെ, നേരെ ഒരുപാടായല്ലോ. ഇത് തന്നെയല്ല നീ കുറച്ചു മുന്നേ ചെയ്തു കഴിഞ്ഞത്. ഇതെന്താ, എത്ര എണ്ണമാണ് ഉണ്ടാക്കുന്നത്? ടീച്ചർ അങ്ങനെ പറഞ്ഞോ? അയ്യോ അമ്മേ, ഇത് എനിക്കല്ല, ടോമിക്കാണ്. അവന് വേണ്ടി ചെയ്തു കൊടുക്കുകയാ. ചെയ്തു കൊടുത്താൽ അവന് എനിക്ക് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ബെസ്റ്റ്. നിങ്ങളൊക്കെ തന്നെയാണ് അവനെ ഇത്രയും വഷളാക്കിയത്. അവന്റെ ഹോംവർക്ക് അവനല്ലേ ചെയ്യേണ്ടത്. അത് നീ ചെയ്തു കൊടുത്താൽ അവൻ എങ്ങനെയാണ് അത് പഠിക്കുക? അത് പിന്നെ അവന് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ. ചോക്ലേറ്റ്? ഇനി നീ ഇവന് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഞാൻ കാണട്ടെ. ടീച്ചറോട് വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ. എല്ലാവരും ഇന്നലെ ഹോംവർക്ക് ചെയ്തില്ലേ? അതുപോലെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക തയ്യാറാക്കി കൊണ്ടുവരണം. ദൈവമേ, വീണ്ടും പെട്ടല്ലോ. ഹോംവർക്ക് നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു. ആ ജോമി തന്നെ ശരണം. ജോമി, ഇതാ ഞാൻ തരാമെന്ന് പറഞ്ഞ ചോക്ലേറ്റ്. പിന്നെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക കൂടി എഴുതി തരണേ. നാളെ ഞാൻ 2 ചോക്ലേറ്റ് തരാം. അയ്യടാ, ഇല്ലട്ടോ. ഇന്നലെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലോണം കൊണ്ടിട്ടുണ്ട്. നിന്റെ ഹോംവർക്ക് ഇനി മുതൽ നീ തന്നെ എഴുതിയാൽ മതി, എന്നെ നോക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ ഐസ്ക്രീം വാങ്ങി തരാം. ഐസ്ക്രീമോ? ലാസ്റ്റ് ആണേ, ഇനി ഞാൻ എഴുതി തരില്ല. ഓക്കെ, ഡീൽ. ടോമി, നിനക്ക് നാളേക്ക് ഹോംവർക്ക് ഒന്നുമില്ലേ ചെയ്യാൻ? അതൊക്കെ അവൾ ചെയ്തു. അല്ല, ഞാൻ ചെയ്തു. ഹാവൂ, എന്ത് സുഖം. വീട്ടിൽ വന്ന ഫുൾ റെസ്റ്റ്. ഹോംവർക്ക് മുഴുവനും അവൾ ചെയ്തോളും. ടീച്ചറുടെ അടുത്ത് നിന്ന് ചീത്തയും കേൾക്കണ്ട. ഇന്നലത്തെ ഹോംവർക്ക് അലക്സ് എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിൽ എത്തിക്കണം. ശരി ടീച്ചർ. ജോമിയെ ഇന്ന് കണ്ടില്ലല്ലോ. അവൾ ഇത് എവിടെ പോയി? അലക്സ്, ടോമി എവിടെ പോയി? അവൾക്ക് എന്ത് പറ്റി? അവൾക്ക് സുഖമില്ല. 2 ആഴ്ചയിലേക്ക് മെഡിക്കൽ അവധിയിലാണ്. ഈശ്വര, പെട്ടല്ലോ. എന്താ, എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല. ഞാൻ എന്റെ നോട്ട് എടുക്കാൻ മറന്നു. ടീച്ചർ, ടോമി ഇന്ന് നോട്ട് എടുക്കാൻ മറന്നു പോലും. ആ, മറന്നവരൊക്കെ നാളെ വരുമ്പോ 2 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വന്നാ മതി. എനിക്ക് തന്നെ എഴുതിയാൽ മതിയായിരുന്നു. ഇനി ഞാൻ തന്നെ ഹോംവർക്ക് ചെയ്തോളാം. ഇതോടുകൂടെ മതിയായി. ടോമിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ടോമി, ടോമി, നീ എന്തെടുക്കുക? വിളിച്ചിട്ട് കേൾക്കുന്നുമില്ലല്ലോ. ഇവൻ ഇതെവിടെ പോയി? ടോമി, നിൽക്ക്. എവിടേക്കാ നീ ഈ പോകുന്നത്? ഇങ്ങ് വന്നേ. അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. എന്തെങ്കിലും ആപത്തിൽ ചെന്ന് ചാടും. നീ ഇങ്ങനെ പറയാതെ വീടിന് പുറത്തിറങ്ങി നടന്നാൽ അമ്മയ്ക്ക് നിന്നെ നഷ്ടപ്പെടില്ലടാ. അമ്മ എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഹലോ
ടോമിയുടെ ടീച്ചറല്ലേ? അതെ, ആരാണ്? ഞാൻ ടോമിയുടെ മദറാണ്. ആ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടോമിയുടെ വിശേഷങ്ങൾ തന്നെ. ടീച്ചർ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. അവൻ ഇപ്പോഴായിട്ട് തീരെ ശ്രദ്ധയില്ല. ഇടയ്ക്കിടയ്ക്ക് ആരോടും പറയാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ എന്തോ ഭാഗ്യത്തിന് കണ്ടതാ. എവിടെയെങ്കിലും ആരും കാണാതെ ഒറ്റപ്പെട്ടു പോയാലോ? പേടിക്കാതിരിക്കൂ, നമുക്ക് വഴിയുണ്ടാക്കാം. അപ്പോൾ പഠിപ്പിച്ചതെല്ലാം ഓർമ്മയില്ലേ? നാളത്തെ ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ വരുമ്പോൾ എല്ലാവരും നിങ്ങളുടെ പേരൻസിന്റെ മൊബൈൽ നമ്പർ പഠിച്ചിട്ട് വരണം. എന്തിനാണെന്ന് മനസ്സിലായെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും തനിച്ചായി പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തിൽപ്പെട്ടു പോകുമ്പോൾ ആ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഞാൻ പഠിച്ചേ. ഗുഡ് ഗേൾ. ടോമി, നിനക്ക് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒന്നും ഇല്ലേ? എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ തവണ അമ്മ വന്നപ്പോ നിന്നെ കിട്ടിയില്ല. ഈ തവണ നിന്നെ ഞാൻ വിടില്ല. ടോമി നിൽക്ക്, ദൂരേക്ക് പോകല്ലേ, അമ്മ വഴക്ക് പറയും. നിൽക്ക്. അയ്യോ ജോമി, അലക്സ്, അയ്യോ ഞാനിത് എവിടെയാ? എനിക്ക് അമ്മയെ കാണണം. എന്ത് പറ്റി? എന്തിനാ മോൻ കരയുന്നത്? എനിക്ക് വഴി തെറ്റി. എന്നെ എന്റെ അമ്മയുടെ അടുത്തെത്തിക്കാമോ പ്ലീസ്? മോന് വീട്ടിലേക്കുള്ള വഴി അറിയാമോ? ഇല്ല. അമ്മയുടെയോ അച്ഛന്റെയോ മൊബൈൽ നമ്പർ അറിയാമോ? ഇല്ല. ടീച്ചർ പറഞ്ഞപ്പോ കേട്ടാ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നോട് ക്ഷമിക്കും മമ്മി. ഞാനിനി ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകില്ല. ജോമി പാർക്കിലെ സെക്യൂരിറ്റിയുടെ ഫോണിൽ നിന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ചത് കൊണ്ടാണ് കൃത്യസമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞത്. അവൾ എന്റെ മൊബൈൽ നമ്പർ കാണാതെ പഠിച്ചത് ഗുണം ചെയ്തു.